പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു 2.1 സ്പീക്കർ വാങ്ങി. അപ്പം അത് നല്ലൊരു സ്പീക്കറാണ്. അതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇങ്ങനൊരു പാക്കിലാണ് എനിക്കിത് കിട്ടിയത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഈ സ്പീക്കറിൻ്റെ മോഡൽ നമ്പർ പിന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ഈ ഒരു സ്പീക്കറിൽ നമുക്ക് USB കണക്ട് ചെയ്യാൻ പറ്റും, SD കാർഡ് കണക്ട് ചെയ്യാൻ പറ്റും, FM ഉണ്ട്, പിന്നെ ഓക്സ് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്താണ്. ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമുക്കിതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാനായിട്ടും പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഫങ്ഷൻസാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പീക്കർ. അപ്പോൾ ഇനി ഞാൻ ഈ പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും 2 സ്പീക്കറും പിന്നെ അതിൻ്റെ യൂസർ മാനുവലും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉള്ളത്. ഇതാണ് ഒരു സ്പീക്കർ. പിന്നെ ഇത് യൂസർ മാനുവൽ, റിമോട്ട്, അതിൻ്റെ കുറച്ച് വയറുകളും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു കവറാണ്. ഇത് രണ്ടാമത്തെ സ്പീക്കറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ള വൂഫറുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന വൂഫർ. ഈ കവറിൽ വേറെ ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ യൂസർ മാനുവലിൽ ഇരിക്കുന്ന കവർ ഒന്ന് തുറന്ന് നോക്കാം. ഇത് ഇതിൻ്റെ ഓക്സ് കേബിളാണ്. നമുക്കിത് PC-യിലോ ലാപ്ടോപ്പിലോ ഒക്കെ കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഫോണിൽ തന്നെ കണക്ട് ചെയ്ത് കേൾക്കാനായിട്ട്, പാട്ട് കേൾക്കാനായിട്ടൊക്കെ പറ്റും. ഇത് FM റേഞ്ച് കിട്ടാനായിട്ട് നമുക്ക് ആൻറ്റിനായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു വയറാണ്. ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇത് റിമോട്ടാണ്. നമുക്ക് ഫുള്ള് കാര്യങ്ങൾ ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റിമോട്ടിൽ ബാറ്ററി ഒന്നും അവർ കൊടുത്തിട്ടില്ല, അത് നമ്മൾ വേറെ വാങ്ങി വയ്ക്കണം. അപ്പോൾ നമുക്കിനി ഒരു സ്പീക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇതാണ് സ്പീക്കറിൻ്റെ വയർ. നമ്മളിത് സബ്വൂഫറിൻ്റെ പുറകിലാണ് കണക്ട് ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് അതിൻ്റെ വൂഫർ നോക്കാം. മറ്റേ സ്പീക്കറും ഇപ്പോൾ ആദ്യം കാണിച്ചതുപോലെ തന്നെയാണ്, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അത് നമ്മൾ കണക്ട് ചെയ്യുന്നതനുസരിച്ചാണ്. ലെഫ്റ്റ് പോർട്ടിൽ കണക്ട് ചെയ്യുന്ന സ്പീക്കർ ലെഫ്റ്റ് ആയിട്ടും റൈറ്റ് പോർട്ടിൽ കണക്ട് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടും വർക്ക് ചെയ്യും. ഇനി നമുക്ക് സബ് വൂഫർ ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് സബ്വൂഫർ. ഇതിലും നമുക്ക് കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എങ്കിലും റിമോട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ബട്ടണാണ്. ഇതിൻ്റെ ഡിസൈന് എല്ലാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈൻ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ പ്ലഗ്. നമുക്കിതിലെ പോർട്ടുകളൊന്ന് നോക്കാം. ആദ്യം കൊടുത്തിട്ടുള്ളത് ഓക്സ് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പോർട്ടാണ്. രണ്ടാമത് നമുക്ക് CD പ്ലെയറിൽ നിന്നൊക്കെ കണക്ട് ചെയ്യാനും
ലെഫ്റ്റ് സ്പീക്കർ റൈറ്റ് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഉണ്ട്. ഇത് FM-ൻ്റെ ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് USB കണക്ട് ചെയ്യാനും SD കാർഡ് കണക്ട് ചെയ്യാനുമുള്ള 2 പോർട്ടുകളും കാണാം. ഇത് ഞാനിത് ഓൺ ചെയ്തപ്പോൾ ഉള്ളതാണ്. ഇതിൽ നമുക്ക് ബാസ് കൺട്രോൾ ചെയ്യാനും വോളിയം കൺട്രോൾ ചെയ്യാനും പിന്നെ സോഴ്സ്, അതായത് നമ്മൾ ഓക്സിന്ന് എടുക്കണോ ബ്ലൂടൂത്ത് എടുക്കണോ FM എടുക്കണോ എന്നൊക്കെ ഉള്ളതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് റിമോട്ടിൽ നിന്ന് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടത് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.